ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറയുന്നത് ഓർക്കിഡുകളെ പറ്റിയാണ് കേട്ടോ. ഇത് നമ്മൾ ഓർക്കിഡ് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തതൊക്കെ പൂവ് വരുന്നുണ്ട് കേട്ടോ. ഇത് ചെറിയ കൊലകളാണ് വരുന്നത്. കാരണം ഇത് നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ട് ആദ്യമായിട്ട് വരുന്ന പൂവാണ്. അതുകൊണ്ട് ചെറിയ കൊല, അത് വലിയ കൊലകളായിട്ട് വളരും കേട്ടോ. എല്ലാ ചെടിമേലും പൂവ് വരുന്നുണ്ട്. ഇവിടെയൊക്കെ വരുന്നുണ്ട്. എല്ലാ ചെടിയും പൂവിടാനായിട്ട് ഇതൊക്കെ പൂവ് ഇപ്പോൾ അടുത്ത് വരും. ഇതിലൊക്കെ പൂവ് വന്നിട്ടുണ്ട്. ഇത് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ 2 കൊല ഉണ്ട്. ഇതൊക്കെ വലിയ കൊലയായി വളരണതാണ്. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ചെടി അത്ര ഒരു ഹെൽത്തി അല്ലാത്തത് കൊണ്ട് ചെറിയ പൂക്കൊല വന്നിട്ടുള്ളത്. അടുത്തത് ഇനി നല്ല പൂക്കളായിട്ട് വളരും, വലുതായിട്ടുണ്ടാവും. ഇവിടെയൊക്കെ ഇതിനും എല്ലാതിന്മേലും ഉണ്ട് കേട്ടോ. എല്ലാ ചെടിമേലും ഇപ്പോൾ പൂവ് വന്നിട്ടുണ്ട്. ഈ ഓർക്കിഡ് വളർത്തിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ബുദ്ധിമുട്ട് പറഞ്ഞാൽ നമ്മളിതിന് സ്റ്റാൻഡ് ഉണ്ടാക്കണം, നിലത്ത് വെക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ചകിരിത്തൊണ്ട്, പിന്നെ അതുപോലെ തന്നെ കരിക്കട്ട, ഓട്ടിൻ്റെ കഷ്ണം, പിന്നെ ഇതിന് ഇടയ്ക്ക് വളം നമ്മൾ ചെയ്ത് കൊടുക്കണം. വളം ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തേങ്ങൻ്റെ വെള്ളം ഒരു 3-4 ദിവസം വെച്ച് പുളിപ്പിച്ച് അത് 1 ഗ്ലാസ് വെള്ളത്തിൽ 4 ഗ്ലാസ് വെള്ളമാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ വളരും കേട്ടോ. അതൊക്കെ വേണ്ട, ഇതൊക്കെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്ത് തന്നെയാണ് ഇതിൽ പൂവ് വന്നിട്ടുള്ളത്. ഇത് പൂവ് ഇങ്ങനെ വരുന്നതിനനുസരിച്ച് ഇത് ഒരുപാട് ദിവസം നിൽക്കും ഈ പൂവ് കേട്ടോ. ഒരു 3-4 മാസമൊക്കെ ഓരോ കൊലയിലുള്ള പൂവ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇത് കണ്ടോ, അതൊക്കെ ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് ഫസ്റ്റായിട്ട് വരുന്ന പൂവായതുകൊണ്ടാണ് ഇത് ചെറുത്. ഇതൊക്കെ ചെറിയ ഹെൽത്തി അല്ലാത്ത ഇതായതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. ഇതിപ്പോൾ ഇനി അടുത്ത് വരുന്ന പൂവ് നല്ല ഉഷാറായിട്ട് വരും. ഇതൊക്കെ നമ്മളതിൻ്റെ സ്റ്റെമ്പുകൾ ഇങ്ങനെയുള്ളത് വേറെ അടിയിൽ നിന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഇതൊക്കെ എല്ലാം പുതിയ ചെടികളാവും കേട്ടോ. ഇതൊക്കെ നമ്മൾ പൂ കഴിഞ്ഞ ഇതായതാണിത്, ഈ സ്റ്റെമ്പുകൾ. ഇതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയ തൈ അടിയിൽ നിന്ന് വരും ചെയ്യും. ഇതിന്മേ തന്നെ പൂവ് വേറെ ഉണ്ടാവും ചെയ്യും. ഇത് കണ്ട, ഈ മേലെ അല്ലെങ്കിൽ ഇത് പൂവ് വരുന്നുണ്ട്. നമ്മൾ ഈ സ്പ്രേ അടിച്ചിട്ട് ഇതിൻ്റെ തണ്ടിനൊക്കെ സ്പ്രേ അടിച്ചെടുത്ത് കണ്ടാണ് ഇതിങ്ങനെ പൂ വരുന്നത്. ഇത് കണ്ട, അതിന്മേൽ ഒരൊറ്റ ഇല പോലും ഇല്ല, എന്നിട്ടും അത് പൂ വരുന്നുണ്ട്. നമ്മളത് കളയണ്ട. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ബാക്കി വരുന്ന ഇങ്ങനത്തെ ഈ സ്റ്റെമ്പുകളൊക്കെ നമ്മൾ ഇതേമാതിരി ഈ ചട്ടിയിൽ തൂക്കിയിട്ട് കൊടുക്കുക. എന്നാലും അതിൽ തൈകളും ഉണ്ടാവും. അതിന്മേൽ ആ സ്റ്റെമ്മിലൊക്കെ പൂവുണ്ടാവും. ആ ചെറിയ കൊള്ളികളുണ്ടല്ലോ, ഇതൊന്നും കളയേണ്ട. അതൊക്കെ വീണ്ടും പൂക്കളുണ്ടാകുന്ന തൈകളാവും. പൂക്കളുണ്ടാവും, തൈകളും ഉണ്ടാവും. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്, ഇത് എൻ്റെ കയ്യിൽ നിന്ന് ഒടിഞ്ഞു പോയതാണ്. അപ്പോൾ ഞാനിവിടെ വെച്ചിട്ട് അത് അവിടെ നിന്നിട്ട് പൂവിട്ടിട്ടുണ്ട്. നല്ലൊരു പൂങ്കൊലയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് നമ്മൾ കെട്ടി വെച്ചിട്ടില്ല. അത് അടിഭാഗം കുറച്ച് കേട് വന്നുകൊണ്ടാണ് ഇത് അങ്ങനെ വെച്ചത്, പിന്നെ ഒന്നും ചെയ്യാതെ വെച്ചത്. അത് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അവർക്ക് കെട്ടി കൊടുക്കണം. ഇത് 2 വിധം ചട്ടിയിലാണ് ഞാനിപ്പോൾ നട്ടിട്ടുള്ളത്. ഒന്ന് കുറച്ച് നീളമുള്ള ചട്ടി, പിന്നെ ഇത് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ചട്ടിയാണ്. ഇത് രണ്ടും കുഴപ്പമില്ലാത്ത രീതിയിൽ വളർന്ന, രണ്ടിലും നല്ല രീതിയിൽ വളരും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വെച്ചിട്ട് പുതിയതായിട്ട് വരുന്ന തൈകളാണിത്, ഈ തൈകൾ. പിന്നെ ഇവിടെ ഇതൊക്കെ പുതിയ വേരുകൾ വരുന്നുണ്ട്. ഈ പച്ച നിറത്തിലുള്ളതാണ് പുതിയ വേരുകൾ. അങ്ങനെ ഈ പുതിയ വേരുകൾ ഇങ്ങനെ വരുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് ആ തൈ പിടിച്ചു നമുക്ക് മനസ്സിലാക്കാം. ഇതൊക്കെ പുതിയ തൈകളായിട്ട് വേരുകൾ വന്ന പുതിയ തൈകൾ പിന്നെ അതിൻ്റെ അടിഭാഗത്തു നിന്ന് ഇങ്ങനെ ഉണ്ടാവും. ഇതൊക്കെ കണ്ടോ, പുതിയ വേരുകളാണ് വരുന്നത്. ഇങ്ങനെ പുതിയ വേരുകൾ വന്നിട്ടുണ്ടെങ്കിലാണ് നമുക്ക് പുതിയ തൈകൾ അതിന് കിട്ടുക. ഇത് കണ്ടോ, ഇതൊക്കെ പുതിയ തൈകൾ ഉണ്ടായതാണ്. ഇത് ഇപ്പോൾ പുതിയ തൈകൾ, ആ വേര് വന്നാൽ അപ്പോൾ പുതിയ തൈകളുണ്ടാവും. ഇത് കണ്ടില്ല, ധാരാളം തൈകൾ വന്നു. അപ്പോൾ പുതിയ തൈകളും ഉണ്ടാകും. ധാരാളം വേരുകൾ വന്നിട്ട്
വേരുകൾ വരുന്നതോട് കൂടിയാണ് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാവുന്നത്. ഇതിനൊക്കെ വേര് വന്നതാണ്, അപ്പോൾ പുതിയ തൈകളും ഉണ്ടാവും. ഇത് ഫോക്സ്റ്റൈൽ ആന്തൂറിയ ഓൺലൈനിൽ വരുത്തിയതാണ്. നമ്മൾ പറ്റിക്കപ്പെട്ടു എന്നാണ് തോന്നുന്നത്. ഇതൊന്ന് നാശമായി. അതിന് പൂവുണ്ടെങ്കിൽ ഉണ്ടായെങ്കിൽ തന്നെ അത് ഏത് ഫോക്സ്റ്റൈലാണോ എന്ന് അറിയുള്ളൂ. അതങ്ങനെ പിടിച്ചിട്ടുണ്ട്, ഒന്ന് പിടിച്ചിട്ടുണ്ട്, ഒരു ചെടി പോയിട്ടുണ്ട്. പക്ഷേ കളഞ്ഞിട്ട് ചിലപ്പോൾ അടിയിൽ നിന്ന് വേറെ ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് നമ്മളത് കളയാതെ വെച്ചത്. ഇത് കണ്ട് അതൊക്കെ നല്ല ഉഷാറിൽ ഉണ്ടാകുന്നുണ്ട്. നല്ല ഇലകളൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടാകുന്നുണ്ട്. ഇതിനൊക്കെ വേര് പിടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പുതിയ തൈകൾ വരും. ഈ ഓർക്കിഡിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ ഈ വീഡിയോ വീണ്ടും തുടർന്നും വരണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് നിർബന്ധമാണ്. അപ്പോൾ ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ കാണുമ്പോൾ വീണ്ടും വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനമായി എനിക്കുണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. പിന്നെ ഇവിടെ ധാരാളം ചെടികൾ നമ്മളിങ്ങനെ തൈകളാക്കിയിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങനെ നമ്മളെ കളക്ഷൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുറ്റത്തും മൊത്തത്തിലെല്ലായിടത്തും നല്ല തൈകൾ, നല്ല ചെടികൾ, അഗ്ലോണിമ, അങ്ങനെ പല ആന്തൂറിയം, പിന്നെ അതുപോലെ തന്നെ കലാത്തിയ, കലേരിയം, അങ്ങനെ പല എല്ലാ ചെടികളും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളടുത്ത് ഇല്ലാത്തത് ഇങ്ങനെ കളക്ഷനെ നമ്മളിങ്ങനെ കൊടുന്നുകൊണ്ട് നമ്മളെ കളക്ഷൻ കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ ചെടികളും നമുക്കിവിടെ ഉണ്ടാക്കണം എന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒട്ടുമിക്ക ചെടികൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ചെടികളും ഞാനിവിടെ നടാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം തന്നെ ഒരു 300 ചട്ടിയിൽ കൂടുതൽ ഇവിടെ നമ്മൾ ചെടി നട്ടിട്ടുണ്ട്. 300 ചട്ടി കൂടുതലായിട്ടുണ്ടാവും. പിന്നെ കവറുകളിലും നട്ടിട്ടുണ്ട് കേട്ടോ. കവറുകൾ പല ചെടികളും നമ്മൾ ഇങ്ങനെ തൈകളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നട്ടിട്ടുണ്ട്. ഇത് ഇന്നലെ ഇവിടെ വന്ന് നമ്മളത് തൈകൾ ഒക്കെ ആക്കാൻ വെച്ചതായിരുന്നു. ഒരു പൂച്ച വന്ന് 2 പൂച്ചകൾ തമ്മിൽ കടി കൂടിയിട്ട് ഇത് ഇവിടെ മറിച്ചിട്ടിട്ടുണ്ട്. ഒന്ന് നാശമായി, ഒന്നിൻ്റെ തണ്ടൊക്കെ ഇലൊക്കെ ഒടിഞ്ഞു പോയി. എന്താ ഒരു പൂച്ച ചെയ്ത പണിയാണ്, വല്ലാത്തൊരു ചതിയായിപ്പോയി അത്. ഇതൊക്കെ എല്ലാം മറിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ ചെടി മാത്രമല്ല കേട്ടോ, പച്ചക്കറി കൃഷി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കുരുമുളകുണ്ട്. അങ്ങനെ ഒരുവിധം പച്ചക്കറിയും ചെടി മാത്രം നമ്മൾ ആശ്രയിച്ചിട്ടല്ല, പച്ചക്കറി ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ചെടിയാണ്. ഇവിടെ പലവിധ ചെടികളും ഉണ്ട്. എല്ലാ ചെടിയും ബോഗൺവില്ല തന്നെ ഒരു 10-14 കളറ് എൻ്റെ അടുത്തുണ്ട്. നമ്മളോരോ കളക്ഷൻ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞില്ലേ. ഇനിയും വേറെ കളറ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്യും. ഇത് കണ്ടോ, ഈ ബോഗൺവില്ല വലിയ മരമാണ് കേട്ടോ. വലിയൊരു മരം ഈ ചട്ടിയിൽ പറിച്ച് കുഴിച്ചിട്ടതാണ്. ഇതിങ്ങനെ പൂവുണ്ടായിട്ട് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അതായത് ഒരു വലിയൊരു മരം ആയതുകൊണ്ട്. ഇതൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ളതാണ്. ഇതിൻ്റെ അടിഭാഗമൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഒരുപാട് ഒരു 10-15 വർഷം പഴക്കമുള്ള ഏജുള്ള ബോഗൺവില്ലയാണിത്. ഇത് ഞാനും ഇതിൻ്റെ മുന്നേ കാണിച്ചു തന്നതാണ്. ഈ തെച്ചി ഇതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. പിന്നെ നല്ല വ്യൂസും ഉണ്ട്. നിങ്ങൾക്ക് ഈ ചെടീൻ്റെ വിശേഷങ്ങളൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതൊക്കെ വീണ്ടും നമുക്കിത് ഇങ്ങനത്തെ ഓരോ വീഡിയോ ഇടാനുള്ള പ്രചോദനമായിക്കോളും നിങ്ങൾ ഓരോ ലൈക്കും സബ്സ്ക്രൈബും. ഇതുകൊണ്ടാണോ ഇവിടെ തക്കാളി ഉണ്ട്. തക്കാളി പിടിക്കണുണ്ട് കേട്ടോ. തക്കാളി, പിന്നെ കോഴിച്ചീര എന്ന് പറഞ്ഞൊരു ചീര. ഇത് പൂവിന് മാത്രം. ഇത് ഭക്ഷണത്തിൽ കറി വെക്കാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ ആരും അതങ്ങനെ കറി വെച്ചതായിട്ട് കേട്ടിട്ടില്ല. പിന്നെ ഇവിടെ വഴുതനങ്ങ ഉണ്ട്. വഴുതനങ്ങ കത്തിരി എന്നൊക്കെ പറയും. നമ്മളോടൊക്കെ വഴുതനങ്ങ എന്ന് പറയും. ചീരയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ ചീരുണ്ട്. പിന്നെ ഈ ഒരു ചെടി ഇതൊരു 3 ഈ സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കാന്താരി മുളകുണ്ട്. ഇവിടെയൊക്കെ ചീരുണ്ട്.
കാന്താരി മുളക് നല്ല ഉണ്ട് കേട്ടോ. കാന്താരി മുളക് ഇതിലിങ്ങനെ വേറെ ഞാൻ ഒരുപാട് കാന്താരി ചെയ്തിട്ടുണ്ട്. ഇതൊരു പൂച്ചെടിയാണ്, ഇതിൽ പൂവുണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ വെട്ടി ഇങ്ങനെ കൊടുത്തായിരുന്നു. അപ്പോൾ ഈ മഴ കൊണ്ട് മഴത്ത് പെട്ടെന്ന് ഇതിൻ്റെ പൂ കൊഴിഞ്ഞു പോകും. പിന്നെ ഇവിടെയൊക്കെ ചീരയാണ് കേട്ടോ. ചീര നമ്മൾ പച്ചക്കറി ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞില്ലേ, ചീര, മുളക്, ചേന, ചേമ്പ്, ഏലം, നമുക്ക് കഴിയുന്ന എല്ലാ കൃഷികളും ഇവിടെ ചെയ്യണം എന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത്. പിന്നിപ്പോൾ ഞാനൊരു കുളത്തിൻ്റെ ഫോട്ടോ ഇട്ടിരുന്നു, ഈ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ നമ്മളിത് പറിച്ച് നട്ട്, പക്ഷേ പെട്ടെന്ന് തന്നെ ഒരു പൂ വിരിഞ്ഞു. അത് ആ മഴനെ അതിജീവിക്കാൻ കഴിയാത്തതുകൊണ്ട് അതിൻ്റെ ദളങ്ങളൊക്കെ നാശമായിട്ടുണ്ട്. ഇവിടെയുണ്ട് ചീനമുളക് കേട്ടോ. ചീനമുളക് ഉഷാറായിട്ടുണ്ടാവുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇതിൻ്റെ കൊമ്പുകളൊക്കെ വൃത്തിയാക്കണം. അടിഭാഗത്ത് കല്ലുകളൊന്നും നമ്മൾ കളക്ട് ചെയ്തിട്ടില്ല. ഇനി കല്ലുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ വൃത്തിയാക്കി ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ വീഡിയോ അടുത്ത് തന്നെ ഇടും. പിന്നെ ഇത് കാന്താരി മുളകാണ് കേട്ടോ. നല്ല മുളകുണ്ടായിട്ടുണ്ട്. ഇതിവിടെ മുളച്ചുണ്ടായതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ ഭാഗമൊന്നും സൈഡൊന്നും നേരാക്കിയിട്ടില്ല. ഞാൻ മുളക് ഏകദേശം ആയിട്ട് ഇവിടുന്ന് പറിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകണം. പിന്നെ ഈ റിങ്ങിനൊക്കെ പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്.